തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബസ്സിൽ 20ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. ആളപായമില്ല. കുഴപ്പമില്ല. വിവരങ്ങളുമായി ആറ്റിങ്ങലിൽ നിന്ന് എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വലിയൊരു ദുരന്തം ഒഴിവായി എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം? യാത്രക്കാരുണ്ടായിരുന്നു, അവരെ ഇറക്കി. ഈ തീപിടുത്തത്തിന്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടോ? എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ്. ആറ്റിങ്ങൽ KSRTC ഡിപ്പോയിൽ കയറിയതിനു ശേഷം ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ബസിന്റെ പിൻചക്രങ്ങളിൽ തീ പടരുകയായിരുന്നു. ആദ്യം പുക പടരുന്നത് കണ്ടതോടുകൂടി ഡ്രൈവർ ബസ് നിർത്തുകയും യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. ഏകദേശം 30ഓളം യാത്രക്കാരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ സുരക്ഷിതരായി പുറത്തിറക്കിയ ഉടൻ തന്നെ ബസ് പൂർണ്ണമായും അഗ്നിക്കിരയാവുകയായിരുന്നു. ഉടൻ തന്നെ ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എന്തായാലും ഈ യാത്രക്കാരെ പുറത്തിറക്കാൻ കഴിഞ്ഞതും സമയബന്ധിതമായി പുറത്തിറക്കാൻ കഴിഞ്ഞത് വലിയ ഒരു ദുരന്തമാണ് ഒഴിവാക്കിയത്. ശ്രീജ, ഈ പുക ഉയർന്നപ്പോൾ തന്നെ യാത്രക്കാര് ഇറങ്ങുകയായിരുന്നു. എങ്ങനെയാണ് ഇത് ആരുടെ ശ്രദ്ധയിലാണ് പെട്ടത്? എങ്ങനെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടന്നത്? ബസിന്റെ പിന്നിൽ നിന്നും പുക ഉയരുന്നത് യാത്രക്കാരാണ് ആദ്യം ബഹളം വെച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉടൻ തന്നെ ബസ് ഡ്രൈവർ ബസ് നിർത്തി ആണ് ഈ യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കിയത്. യാത്രക്കാരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയ ഉടൻ തന്നെ ബസിനകത്ത് തീ ആളിപ്പടരുകയായിരുന്നു. അതിനുശേഷമാണ് ആ സമയം ഈ രാവിലെ 6 മണിയായതിനാൽ തന്നെ റോഡിൽ തിരക്ക് കുറവായിരുന്നു. ഒരു ഒഴിഞ്ഞ പ്രദേശം കൂടിയായിരുന്നു. പിന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചാണ് ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്താനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചത്. ഫയർഫോഴ്സ് തന്നെയാണ് തീ കെടുത്തിയത്. ഈ യാത്രക്കാർക്കാർക്കും തന്നെ ഒരു തരത്തിലുള്ള പരിക്കും അതുകൊണ്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അഭിലാഷ്, നമ്മൾ ഈ കാറിനൊക്കെ തീ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു KSRTC ബസ് ഇങ്ങനെ തീ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആദ്യമായിട്ടാണ് എന്റെയൊക്കെ ഓർമ്മയിൽ ദൃശ്യങ്ങളിൽ അങ്ങനെ ഒന്ന് കാണുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ തീ പിടിക്കാൻ എന്താണ് കാരണം? ആ രീതിയിൽ എന്തെങ്കിലും ഒരു നിഗമനമുണ്ടോ പ്രാഥമികമായി? പ്രാഥമികമായി ഫയർഫോഴ്സ് പറയുന്നത് ഇതിന്റെ ബാക്ക് ഭാഗത്തെ ചക്രങ്ങൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കും. അതായത് 4 ചക്രങ്ങൾ ഉള്ളതിൽ ഏതെങ്കിലും ഒന്ന് കാറ്റ് കുറയുകയോ മറ്റേ ചെയ്ത് ഇത് അമിതമായി ചൂടായാണ് ഈ തീപിടുത്തത്തിലേക്ക് കടന്നിട്ടുള്ളതെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഈ ബസ് ഏകദേശം പൂർണ്ണമായും കത്തിയ സാഹചര്യത്തിൽ ഈ തീ പടർന്നു പിടിച്ചത് ഇവിടെ നിന്നാണെന്നതുകൊണ്ട് ഇത് തന്നെയാണ് കാരണമെന്ന് തന്നെയാണ് KSRTC അധികൃതർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ ടയറിൽ നിന്നുള്ള കർഷണം മൂലമുള്ള അമിതമായ ചൂട് അത് തീ പടർന്നു പിടിക്കാൻ കാരണമാക്കി എന്ന് തന്നെയാണ് പറയുന്നത്. ശരി, എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ മാമത്ത് വെച്ചാണ് KSRTCയുടെ ഏറ്റവും പുതിയ ബസ്സുകളിലൊന്നാണ് സ്വിഫ്റ്റ് ബസ്സിന് പൂർണ്ണമായും തീപിടിച്ച് കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായത്. യാത്രക്കാരുണ്ടായിരുന്നു, പക്ഷേ പുക ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ മുഴുവൻ ഇറക്കി. അവരെല്ലാം സുരക്ഷിതരാണ്. തുടർന്ന് ബസ് പൂർണ്ണമായും തീപിടിക്കുകയായിരുന്നു. കുഴപ്പമില്ല.